അച്ഛാ, ഞാൻ പറഞ്ഞത് വീണ്ടും സത്യമായില്ലേ സാറേ? ഈ പുണ്യ ദിവസം ഈ വീട്ടിൽ കയറി വന്നത് ദൈവാണെന്ന്. സാറ് ഞങ്ങളുടെ ദൈവാണ്. രവിവർമ്മൻ സാറ് എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. എല്ലാ സാറ് കാരണം. അതെ, എല്ലാ സാറ് കാരണം. സാറിന്റെ അഡ്വൈസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഈ മധുരം സാറിനും കൂടി ഉള്ളതാ. പ്ലീസ്. നല്ലതേ വരൂ. ഗുഡ് ബ്ലസ് യു. ഞാൻ ഇറങ്ങാം. സാർ ഒരു നിമിഷം. എന്തായാലും നല്ലൊരു കാര്യം നടന്ന നല്ലൊരു ദിവസമല്ലേ ഇന്ന്. നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് പോകാം. ഞാൻ ദീപുവിന് വേണ്ടി നിറയെ മത്താപ്പും റോക്കറ്റും മാലപ്പടക്കവും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. സാറ് വാ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അത് കത്തിച്ച് പൊളിച്ചെടുക്കാം. അദ്ദേഹത്തെ ഒന്ന് പോകാൻ അനുവദിക്കേ. ഒരുപാട് തിരക്കുള്ള ആളാ. ചുമ്മാതിരിക്കെ ശ്രീടച്ച, സാറും കൂടെ നമ്മുടെ കൂടെ കൂടട്ടെ. മോളുടെ കാര്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രവിവർമ്മൻ സാറാ. വാ മോളെ. വാ ചേട്ടാ, പോവാം. വാ. മോനെ. ഇത് കത്തിക്ക്, ഇത് കത്തിക്ക്. എന്റെ ജീവിതത്തിലെ ഇപ്രാവശ്യത്തെ ദീപാവലി ഒരിക്കലും ഞാൻ മറക്കില്ല. എന്താ കാരണമെന്നറിയോ? ഈ വർഷം ദീപാവലി ആഘോഷിക്കാൻ നമ്മളോടൊപ്പം ദ ഗ്രേറ്റ് രവിവർമ്മൻ സാറും ഉണ്ട്. അതാണ് വ്യത്യാസം. അമ്മ അതിങ്ങി തന്നെ. തരാം, ഇത് കത്തിച്ചേരാം.
ദാ സർ, പിടിച്ചോളൂ. ആ വാങ്ങിച്ചോളൂ സാർ. എല്ലാം ഒരു സന്തോഷല്ലേ? പപ്പി, നമ്മുടെ മഹാലക്ഷ്മി മോളെ കൊണ്ടും ദീപമോനെ കൊണ്ടും ഈ പൂക്കുറ്റി ഞാൻ ഒരുമിച്ച് കത്തിപ്പിക്കാൻ പോവുക. നീ വാടാ മോളെ, വാ. ദേ, കത്തിക്ക്. മോള് വാ. ചേട്ടാ, ഇത് ഇവരുടെ ആദ്യത്തെ ദീപാവലിയാ. അതെങ്ങനെ ശരിയാവും പപ്പി? കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ദീപാവലി മുതലേ കണക്കിപ്പെടൂ. അയ്യോ, ഇതൊന്നും കണക്കിപ്പെടുത്താൻ പറ്റില്ല. ഇത് വെറുതെ ഒരു ദീപാവലി, അത് തന്നെ. വണ്ടി ഉണ്ടോ? കാറ് വന്നു, ഞാൻ പോന്നു. സാറിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വിളിക്കാതെ തന്നെ സാർ എത്തിയല്ലോ. സാറ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വലിയൊരു കാര്യമാണ്. മറക്കില്ല സാറേ, ഒരിക്കലും മറക്കില്ല ഞങ്ങള്. സാറേ, ഹാപ്പി ദീപാവലി. നമുക്ക് ഇനിയും കാണണം. മോനെ വാ. എന്നോ കാതിൽ ചൊല്ലിയിലെ പൂവേ പോവാൻ ദൂരെ, എന്നോ കാതിൽ ചൊല്ലിയിലെ പൂവേ പോവാൻ ദൂരെ, ദൂരെ മായുന്ന സൂര്യനായി ഞാനും അകലെ സന്ധ്യയിലേകയായി നീയും പോകേ
ഗീതേ, നീ എന്താ ഈ ചെയ്യുന്നത്? മറന്നതാണോ അതോ മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രവിക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പൈനാപ്പിൾ പായസത്തില് ബദാമിന്റെ തൊലി ഇളക്കിയ ശേഷമേ കട്ട് ചെയ്തിടാവുള്ളൂന്ന്. ഇത് രവിക്ക് ഇഷ്ടമല്ല. സോറി അമ്മ, ഞാൻ മറന്നുപോയി. ഗൗരി, ദാ ഇത് പിടിക്കാം. ഞാൻ ഒരാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് സർ, വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ആൾ ആരാണെന്ന് അറിയാമോ സാറിന്? എന്റെ മനസ്സിലുള്ള ആ പുരുഷൻ ആരാണെന്ന് ഞാൻ പറയാതെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനോട്. ഞാൻ കേൾക്കാതെ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ഈ നെഞ്ചില് കൈവച്ച ലോകത്തിൽ ആർക്കും ആ പേര് വായിക്കാൻ കഴിയും സർ. സാർ എപ്പോഴും പറയാറില്ലേ വിശ്വാസം? ഞാൻ പ്രണയിക്കുന്ന ആൾ ഒരിക്കൽ ആ പ്രണയം തിരിച്ചറിയുന്ന വിശ്വാസം എനിക്കുണ്ട് സാർ. ആ വിശ്വാസമാണ് എന്റെ ജീവശ്വാസം. സാറിനത് പിന്നീട് മനസ്സിലാകും. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. കഴിക്കൂ സർ. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം സർ ഉറപ്പായും കഴിക്കുമെന്ന്. എന്നാ പോയി അച്ഛനോട് പറഞ്ഞേക്കും ഞാൻ കഴിച്ചെന്നും പായസവും ചോറും വളരെ ഇഷ്ടപ്പെട്ടെന്നും. മാഡം, ഇവിടെ നടോ ഈ ശബ്ദം? ആരാ രാവിലെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? നോക്കൂടെ തൂണ് പോലെ നിൽക്കാതെ. അവന് കൈ കിട്ടുമെങ്കിൽ പിടിച്ച് രണ്ട് പൊട്ടിക്കും.
അയ്യോ മാഡം, എന്നെ കൊണ്ട് പറ്റില്ല. അത് രവിവർമ്മ സാറാ. വാട്ട്, ബ്രദർ ഇൻ ലോയോ? മൈ ഗോഡ്, എന്ത് പറ്റി ഈ മനുഷ്യന്? നീ പോയി പറ, ഇവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. മാഡം, അത് ഞാൻ സാറിനോട്. സ്റ്റുപ്പിഡ്. താൻ ഒന്നും ചെയ്യണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. ഓൾറെഡി മദറല്ലോ ഇവിടെ ഉണ്ടല്ലോ, അവരോട് ഞാൻ തന്നെ ചെന്ന് ചോദിക്കും. നിങ്ങളുടെ പുന്നാരമോൻ തോക്കെടുത്ത് വെച്ച് കുട്ടിക്കളി കളിക്കുമ്പോ വീട്ടിനുള്ളിൽ കൈയും കെട്ടി നോക്കിയിരിക്കുവാണോന്ന്. ആരങ്ങോട്ട്. പായസം മാത്രം പോരാ, വേറെ നമുക്ക് ചില സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കണം. ആ, ഗൗരി പോയി ആദ്യം കുറച്ച് മാംഗോ ജ്യൂസ് എടുക്ക്. അപ്പോഴേക്കും ഞാൻ രശ്മിയോട് വേറെ എന്തൊക്കെ വേണമെന്ന് പറയാം. ശരി അമ്മേ. രശ്മി, എന്തോ ഇങ്ങ് വരും. You idiot! കണ്ണുണ്ടൂടെ നിനക്ക്? രേഖ, രേഖയല്ല മദറിൻലോ, രേഖ. രേഖ, REKHA, രേഖ. മതി. നീ എന്താ ഈ ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ ഉറക്കെ സംസാരിച്ച് ബഹളം ഉണ്ടാക്കുന്നത്? അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉറക്കെ സംസാരിച്ചതാ ഇവിടെ കുഴപ്പം. മദറിൻലോയുടെ പൊന്നുമോൻ പുറത്തുണ്ടാക്കുന്ന ഒച്ച മദറിൻലോയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നെ ശാസിക്കുന്ന പോലെ മദറിൻലോ എന്താ അത് പോയി ചോദിക്കാത്തത്? അത് രവി ഫയറിംഗ് നടത്തുന്നതാണ്. അതെനിക്കും അറിയാം. അത് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ബ്രദറിൻലോയ്ക്ക് ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. രേഖ, രവി ചിലപ്പോ അപ്സെറ്റ് ആവുമ്പോ മനസ്സിന് എന്തെങ്കിലും പ്രയാസം തോന്നുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് നിനക്കും അറിയാവുന്നതല്ലേ? അറിയാം, നല്ലവണ്ണം അറിയാം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇറങ്ങി പോണോ? അത് പറഞ്ഞാ മതി. ആരും ഒരിടത്തും പോവണ്ട. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നേരം വെളുത്തതല്ലേ ഉള്ളൂ, അല്പനേരം മിണ്ടാതിരിക്കും. രശ്മി, ഇവക്ക് ചായ കൊടുക്കാം. ശരി അമ്മേ. അതെ, ഒരു ദിവസം നല്ല രീതിയിൽ തുടങ്ങണമെങ്കിൽ തന്നെ മനസ്സ് ശാന്തമായിരുന്നാലേ പറ്റൂ. ഇങ്ങനെ നിർത്താതെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളുടെ മനസ്സ് എങ്ങനെ ശാന്തമാവും? ഇത്രയും ദിവസം ഈ വീട്ടിൽ എല്ലാം ശാന്തമായിരുന്നു. ബ്രദറിലോ വന്നു, എല്ലാ ശാന്തതയും പോയി. ഏയ്, അങ്ങനെയൊന്നും പറയല്ല രേഖ. രവി എന്നും ഇങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ. ഇപ്പൊ ജോലിയിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും, അതാ ഇങ്ങനെയൊക്കെ. ഓ, ഓഫീസിൽ അത്രയ്ക്ക് എന്ത് ടെൻഷനാ ഉള്ളത്? വേറെ ആരും ഓഫീസ് കണ്ടിട്ടില്ലേ ഇവിടെ? നമുക്ക് ടെൻഷൻ വന്ന ജസ്റ്റ് ഹാഫ് ആൻ അവർ ഉറക്കം പോവും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ബ്രദറിൻലോയ്ക്ക് ദിവസം മുഴുവൻ ടെൻഷനാ. ടെൻഷനോട് ടെൻഷൻ തന്നെ. സത്യം പറഞ്ഞ നമ്മുടെ വീട്ടിൽ ഇപ്പോഴാ ദീപാവലി ശരിക്കും ആഘോഷിക്കുന്നെ. വെടിയും പുകയും ഒച്ചയും ബഹളവും. ഓ മൈ ഗോഡ്, എന്റെ തലയ്ക്കകത്ത് പൂത്തിരി കത്തിച്ച പോലെയാ തോന്നുന്നേ. ഭയങ്കരം തന്നെ.